ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് മൈദയും ഒരൊറ്റ മുട്ടയും കൊണ്ട് നല്ല കിടിലം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ മൈദയും ഒരൊറ്റ മുട്ടയും കൊണ്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിക്കില്ല രാത്രി തന്നെ. അപ്പോൾ ഇതുപോലെ മൈദ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരൊറ്റ മുട്ട ഇതുപോലെ അങ്ങോട്ട് ഉടച്ച് കൊടുക്കണുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കണുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒരുപാട് അങ്ങോട്ട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടും. അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്തിന് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേണ് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അധികം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കുകയെന്ന് രാത്രി തന്നെ ചിന്തിക്കല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടേ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേണ്. നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ സമയത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ഫേവറേറ്റ് കൂടെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടാത്തത്. ഈ ഒരു സമയത്ത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് അതിക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടല്ലോ, ഏതാണ് പ്രശ്നമില്ല കേട്ടോ. ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നാണ് മൂടി വെച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ഒറ്റ തുള്ളി മതി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണേ. ഒരുപാട് എണ്ണേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു തുള്ളി മാത്രം മതി ബട്ടർ. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണേ. അപ്പം നമ്മളെ കിടിലം അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കിട്ടിയതിനെ കണ്ടിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ബബിൾസ് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതിനെ. അങ്ങനെ ഓരോന്ന് ഞാനിതാ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എന്തായാലും പ്രശ്നമല്ലേ, ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ രാത്രി ചപ്പാത്തിക്ക് പകരമായിട്ടും ഈ ഒരു എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കേട്ടോ. ഇനി കറി ഉണ്ടാക്കിയാലും ഏത് കറി ഇതിലേക്ക് മാച്ചാണ്. എല്ലാം ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.